ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി കണ്ടുമുട്ടിയിട്ട്. ഇത് എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഞാൻ ആക്ച്വലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ മടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കരുത്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ആയിരിക്കാമെന്ന്. ആക്ച്വലി ഇന്ന് എൻ്റെ പിറന്നാളാണ്, ജന്മനക്ഷത്രം. പക്ഷേ ഈ ബർത്ത്ഡേ സെലിബ്രേഷനല്ല, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് നടന്നതാണ്. അന്ന് എടുത്ത് വെച്ചിരുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി താമസിച്ചെന്ന് മാത്രം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം നല്ല മെമ്മറീസ് ഉള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നത് കേട്ടോ. ഇത് എനിക്ക് ഏട്ടൻ ഉണ്ടാക്കി അയച്ച ഒരു വീഡിയോ ആണ്. ബർത്ത്ഡേ പ്രമാണിച്ച് അങ്ങനെ ഒത്തിരി പേരുടെ വിഷസ്, ഒത്തിരി ഗിഫ്റ്റ് എല്ലാം കിട്ടി. മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പോസ്റ്റാണ്. ഇപ്പം മുറിച്ച കേക്ക് ഓഫീസിൽ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുണ്ട്, എനിക്ക് ആസ് എ സിസ്റ്റർ ഉള്ള ആളാണ്, ആളുടെ വകയായിരുന്നു. പിന്നെ ഓഫീസിൽ നിന്നൊരു ഡ്രസ്സ്, ഇവിടുത്തെ അമ്മയുടെ വക ഒരു ഡ്രസ്സ്, പിന്നെ ഏട്ടൻ്റെ വക ഒരു ഡ്രസ്സ്, ഫ്രണ്ടിൻ്റെ വക ഒരു ഡ്രസ്സ്, അങ്ങനെ ഒത്തിരി ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ലാസ്റ്റിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ടേക്കാം കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ബ്ലെസ്ഡ് ആയൊരു വ്യക്തിയാണ്. ഒരു നല്ല ഒരു അച്ഛനും അമ്മയ്ക്കും 32 വർഷങ്ങൾക്ക് മുന്നേ ജനിച്ചു. ഞാൻ ലൈഫിൽ ഒട്ടും സ്ട്രഗിൾ അറിയാതെ വളർന്ന ഒരാളാണ്. അതിലൊക്കെ ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ ഒത്തിരി ഞാൻ പ്രൗഡാണ്. ഞാൻ ഒത്തിരി ഇതാണ്, കാരണം ഭയങ്കര സെറ്റിൽഡായൊരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഫിനാൻഷ്യലിയോ അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലൊക്കെ സ്ട്രഗിൾ അനുഭവിക്കുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു സ്ട്രഗിളും അനുഭവിച്ചിട്ടില്ല.
അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ഓർക്കുന്നു, അല്ലെങ്കിൽ അവരെന്നും ഓർക്കും. എന്നാലും ഒരു മറക്കാൻ പറ്റാത്തൊരു ശക്തി തന്നെയാണ്. അങ്ങനെ അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് ഇതെനിക്ക്. ഒത്തിരി വിഷസ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഗ്രൂപ്പിലൊക്കെ വന്നതാണ്. അപ്പോൾ എനിക്ക് വിഷസ് അറിയിച്ച എല്ലാവർക്കും 1000 നന്ദി. അപ്പോൾ പതുക്കെ വ്ളോഗായിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ.